ഗെയ്സ് പണ്ടത്തെ ആ ഒരു സമയത്തായിരുന്നു ഗെയ്സ് ഗപ്പിയൊക്കെ മെയിനായിട്ടുള്ളൊരു സമയം. ആ ഒരു കൊറോണയുടെ ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു ഗെയ്സ്. ആ ലോക്ക്ഡൗണിൻ്റെ സമയത്തൊക്കെ ആയിരുന്നു ഗപ്പിയൊക്കെ മെയിനായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മളിതിനെയൊക്കെ തപ്പി നടക്കുമായിരുന്നു ഗെയ്സ്. അങ്ങനെ ആ ഒരു സമയത്ത് തുടങ്ങിയതാണ് ഞാൻ ഗപ്പിയുടെ പരിപാടി ഗെയ്സ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗെയിമിങ്ങിലേക്ക് പോയി. പിന്നെ ഫ്രീ ഫയർ കളിച്ച് ഒരു 10-25,000 രൂപ പൊട്ടിച്ച് അതങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗപ്പീസിനെയും കോഴിക്കാർപ്പിനെ ഇതിനെല്ലാം മേടിച്ച് ഇതൊക്കെ കണ്ടാൽ അറിയാം. കാരണം മൊത്തം പായലൊക്കെ പിടിച്ച് കിടക്കുവാണ്. ഇത് നമ്മുടെ കൊല്ലങ്ങളായിട്ടുള്ള ആ ഗപ്പീസ് തന്നെയാണ് ഗെയ്സ്. അതിനകത്ത് വേറെ മേടിച്ചിട്ടോന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും ഇട്ടില്ല. അത് തന്നെ കിടക്കുന്ന പെറ്റ് വരികയോയെന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങ് വലുതായിട്ടൊന്നും ബ്രീഡായിട്ട് വലിയൊന്നുമില്ല ഗെയ്സ്. ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ വലിയ കളറൊന്നും ഇല്ലാത്ത ഒരു നോർമൽ ടൈപ്പ് നാടൻ ഗപ്പിയൊക്കെ പോലത്തെ ഗപ്പീസാണ് ഗെയ്സ് ഇതിനകത്തുള്ളത്. ഇത് നമ്മൾ ഈയിടെ മേടിച്ചതാണ് ഗെയ്സ്. കോഴിക്കാർപ്പാണെന്നാണ് പറയുന്നത്. എനിക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ല ഗെയ്സ്. പിന്നെ നമ്മുടെ തീറ്റയായിട്ട് ഇരിപ്പുണ്ട്. അപ്പം ഇനിയും നമ്മൾ മീനിൻ്റെ പരിപാടി ചെറുതായിട്ടൊന്ന് തുടങ്ങുന്നുണ്ട്. ഫ്രീ ഫയർ നിർത്തിയോയെന്ന് ചോദിച്ചാൽ ഈ ഒരു ചാനലിൽ ഗെയിമിംഗ് കണ്ടൻറ്റ് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറയുന്നത് ഗെയിമിങ് നമ്മളങ്ങനെ നിർത്തിയിട്ടൊന്നുമില്ല മൊത്തമായിട്ടും. അതൊരു PC ഒക്കെ എടുത്ത് അത് പിന്നെയും ഒരു കമ്പാക്ട് ഇടും അതിനകത്ത്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടി നമ്മൾ മീനെ ജസ്റ്റ് അങ്ങ് വളർത്തുവാണ് ഗെയ്സ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഫ്രീ ഫയർ ഗെയിമിങ്ങിൻ്റെ വീഡിയോ നോക്കുന്നവർക്കാണ് ഗെയിമിംഗ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അതല്ല മീനിൻ്റെ വീഡിയോസ് നമ്മൾ ആദ്യമൊക്കെ മീനിൻ്റെ വീഡിയോസ് കൊണ്ട് കുറച്ച് പേരൊക്കെ നമ്മളെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയായിരുന്നു. അവർ മീനിൻ്റെയാണ് ഇഷ്ടപ്പെടുന്നത്, മീനിൻ്റെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ പോയത്. അപ്പോൾ നമ്മൾ മീനിൻ്റെ ഇടുന്നുണ്ട്, ഗെയിമിങ്ങിൻ്റെ ഇടുന്നുണ്ട് ഗെയ്സ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഗെയ്സ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ ടാറ്റ ബൈ ബൈ.